നമസ്കാരം കൂട്ടുകാരെ. കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി. ഇന്നെനിക്ക് ഡ്യൂട്ടി കൂട്ടായിലായിരുന്നു. അപ്പോൾ പൊന്നാനി ഹാർബർ വഴി നമുക്ക് കൂട്ടായി അഴിമുഖം വരെ പോകാൻ പറ്റും. അപ്പോൾ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതുവഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ നമുക്ക് കുറ്റിപ്പുറം വഴി നേരെ തിരൂർ പോയിട്ട് കറങ്ങിയിട്ട് നമുക്ക് അങ്ങനെയും പോകാം. പക്ഷേ അതിലും എനിക്കേറ്റവും നല്ല തോന്നിയത് ഇങ്ങനെ പോകുന്നതാണ്. കാര്യം കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമല്ലോ. അങ്ങനെ ഞാൻ പൊന്നാനി ഹാർബറിലെത്തി. ഏകദേശം 12 മണിയായി. അപ്പോൾ തന്നെ അവിടെ ഏകദേശം കാലിയാണ്. എല്ലാ തൊഴിലാളികളും പോയിട്ടുണ്ട്. മീൻ വിൽപ്പനയൊക്കെ ഏകദേശം സ്തംഭിച്ച അവസ്ഥയിലാണ്. കുറേ ബസ്സല്ല ലോറി ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് മീൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നല്ല വെയിലാണ്. 12 മണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു പാർട്ടിയുടെ എന്തോ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആരും കേൾക്കാനൊന്നുമില്ല, പക്ഷെ അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ ഹാർബറിൽ കയറിയപ്പോൾ കുറേ ബോട്ടുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. എല്ലാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടക്കുക. അപ്പോഴാണ് ഞാനൊരു ചേട്ടനോട് ചോദിച്ച്, ഇതിലൂടെയാണോ പോവുക, കൂട്ടായിലേക്ക് ഇവിടെ നിന്നാണോ കിട്ടുക ബോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, മലയാളി നെയ് ഹിന്ദിയെ ബംഗാളിയാ, മീൻ പിടിക്കാനടക്കം ഇപ്പോൾ ബംഗാളികളാണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ശരിക്ക് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഒരു ചിരിയും വന്നു. പിന്നെ ഞാൻ കുറേ നേരം ഞാനിങ്ങനെ സ്വയം ആലോചിച്ച് കുറേ നേരം ഇങ്ങനെ അപ്പുറത്തിങ്ങനെ ആലോചിച്ചിരിക്കുക. ബംഗാളികൾ നമ്മളെ നാട്ടിൽ മീൻ പിടിക്കാൻ പോലും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ച് എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഫുള്ള് ആ ബോട്ടിനകത്ത് കേൾക്കുന്നത് ബംഗാളിയാണ്, ഹിന്ദിയാണ്. അപ്പോഴേക്കും എൻ്റെ ബോട്ട് വന്നു അഴിമുഖത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ബോട്ട് കയറിയിട്ട് കഥ അടുത്ത എപ്പിസോഡിൽ. ടാറ്റ, ബൈ ബൈ.